അപ്പൊ നമ്മളെ തേങ്ങാച്ചോറ് നല്ല വൃത്തി വെന്ത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ തേങ്ങാച്ചോറും ചിക്കൻ കറിയെല്ലാം ഇവിടെ റെഡിയായി. ഹായ് ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പോട്ട് എല്ലാം ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പണിയില്ല കേട്ടോ, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മ ഉണ്ടാക്കുന്ന പറയും തേങ്ങാച്ചോറും ചിക്കനും പിന്നെ പായസവും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, പാലട പായസം. അപ്പോൾ നമ്മൾ ഇന്ന് തേങ്ങാച്ചോറും അമ്മേൻ്റെ സ്പെഷ്യലാണ് കേട്ടോ, തേങ്ങാച്ചോറും ചിക്കൻ കറിയും പായസവും എല്ലാം ഇന്നാക്കിയിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടായിരിക്കുന്നു. ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അമ്മ തേങ്ങാച്ചോറിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ തേങ്ങ ഒതുക്കിയെന്ന് കേട്ടോ, തേങ്ങയും ജീരകവും ഉള്ളിയും, ചെറിയ ഉള്ളിയും, പട്ടണക്കാരനുള്ളി, കുഞ്ഞുള്ളി ഒതുക്കിയെടുക്കണം. ഇത് ചെറിയ ജീരകമല്ല, വലിയ ജീരകം. പെരുംജീരക. അതും തേങ്ങയും പിന്നെ ഉള്ളിയും കൂടെ ഒതുക്കിയെടുക്കാം നമുക്ക് ആദ്യം. എന്നിട്ട് ഇതാണ് ആ തേങ്ങാച്ചോറിൻ്റെ മെയിനായിട്ടുള്ള സാധനം, അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്ന സാധനം. പിന്നെ വേണം ഉലുവ വേണം. നമുക്ക് ഒതുക്കിയെടുക്കാം. ചോറിന് പേര് പോലെ തന്നെ തേങ്ങ കുറച്ച് നല്ലോണം വേണം അല്ലേ? തേങ്ങ വേണം, പിന്നെ തേങ്ങയും ഉള്ളിയും അല്ലേ? ഉള്ളി നല്ലോണം വേണം. അപ്പോൾ തേങ്ങ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒതുക്കേ വേണ്ടൂ. അപ്പം നമ്മൾ പെരുംജീരകത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട് തേങ്ങേൻ്റെ ഒപ്പം ആകുമ്പോൾ. ഞാൻ അടുത്തത് ഇതാ ചെറിയ ഉള്ളി ചതക്കുന്നുണ്ട്. ഇതും നല്ലോണം ചതക്കണമേ, ചെറുങ്ങനൊന്ന് ചതയല്ലേ വേണ്ടു. അടിച്ച് പേസ്റ്റ് ആക്കണ്ട, ചതച്ച് പേസ്റ്റ് ആക്കണ്ട, ചെറുങ്ങനൊന്നും ഇങ്ങനെ ഞലച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ പാലും പപ്പടം മേടിച്ചിട്ടുണ്ട്. അത് പാലും പപ്പടെല്ലാം മണിക്കാൻ വേണ്ടിയിട്ട് പീടിയെ പോയിട്ട് ഉണ്ടായിനി. പായസം കൂടി വെക്കുന്നുണ്ട് കേട്ടോ അമ്മ. ബാക്കി പൈസ മുട്ടായിയാ 4 രൂപയ്ക്ക്. എല്ലാവരും ഓട്ടിനെല്ലാം പോയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതെ, ഇന്ന് വോട്ട് നമ്മ രാവിലെ തന്നെ എല്ലാരും ചെയ്തിട്ട് വന്നു. സീരുണ്ട്. പിന്നെ വെയിലായിട്ട് ഭയങ്കര ക്ഷീണം പിടിക്കും. രാവിലെ പോയി നമ്മ വോട്ടെല്ലാം ചെയ്തിട്ട് വന്നു. നമുക്ക് നല്ല ഫുഡും കഴിക്കാം. അപ്പൊ ഇന്ന് വീട്ടില് എല്ലാരും ഉണ്ട്, ഇന്നാരും പണിക്ക് പോയിട്ടാ. അപ്പൊ എല്ലാരും കൂടി ഒത്തുകൂടി നമുക്ക് ഉച്ച ഭക്ഷണം നല്ല അടിപൊളിയാക്കാന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ചതച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അരയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അമ്മി കഴുകല കേട്ടാ. അപ്പൊ നമ്മളെ ഉരുളി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. വെളിച്ചെണ്ണയിലാക്കല്ല നമ്മ തേങ്ങാച്ചോറ്. നെയ്യ് ഉപയോഗിക്കലില്ല. ഇല്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഉള്ളീൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോയിന്ന്. ഇവിടെ ആരും ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയില്ല. കണ്ണൂർ ഈ ഭാഗത്തെല്ലാം, നമ്മൾ വയനാട്, മലപ്പുറം, താമരശ്ശേരി ആ ഭാഗത്തേക്കെല്ലാം ഇങ്ങനത്തെ ചോറുണ്ടാക്കും. വിശേഷ ദിവസങ്ങൾ എന്തെങ്കിലും പിന്നെ വിശേഷം നെയ്ച്ചോറ്, തേങ്ങാച്ചോറ് എല്ലാവർക്കും പ്രധാനമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ആടെ തേങ്ങാച്ചോറ് കല്യാണത്തിനെല്ലാം തലേന്നെല്ലാം ഉണ്ടാക്കില്ലേ തേങ്ങാച്ചോറ്. പിന്നെ വിരുന്നിന് അങ്ങനെ തേങ്ങാച്ചോറ് ഉണ്ടാക്കും. നമ്മൾ സാധാരണ ചോറ് ഉണ്ടാക്കുന്നത് ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കും, നെയ്ച്ചോറ് ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ അങ്ങോട്ടല്ല. അപ്പം നമ്മളെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചതച്ചതും തേങ്ങയും ജീരകവും പെരുംജീരകം ചതച്ചത്, ചെറിയ ഉള്ളി ചതച്ചത് അതും കൂടെ നമുക്ക് ഇരട്ട് കൊടുക്കാം. തേങ്ങേൻ്റെ ഉള്ളിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ല മണം. അപ്പോൾ നമ്മളെ തേങ്ങയും ചെറിയ ഉള്ളിയെല്ലാം എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് മഞ്ഞ കളറാണ് ഉണ്ടാവില്ല ഈ ചോറ്.
അരച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. തേങ്ങ ചതച്ച വെള്ളം, അമ്മി നൽകിയ വെള്ളം. പിന്നെ കുറച്ച് അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ വെള്ളം വേണം. അതെ, അരി നമ്മൾ എത്ര ഇടുന്നോ ഇത് മുങ്ങി കിടക്കണം അല്ലേ വെള്ളത്തിൽ. അപ്പോൾ പാകത്തിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തോർത്തെല്ലാം എടുത്തിട്ടാണ് നിൽക്കുന്നത്, ചൂടെടുത്തിട്ട് വേർത്തിട്ട് കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ പൂങ്കലരി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കാം, ചുവന്ന അരി കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ പീടിയിൽ ഏത് അരിയായാലും ചുവന്ന അരിയായാലും നല്ലതായി. അപ്പോൾ നമ്മൾ നൂർജഹാൻ അരി കൊണ്ടാണ് ആക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാച്ചോറ് മെയിനായിട്ട് നമ്മൾ പുഴുങ്ങലരി കൊണ്ടാണ് ഉണ്ടാക്കല്, പച്ചരി കൊണ്ടല്ല, പുഴുങ്ങലരി കൊണ്ടാണ് ഉണ്ടാക്കല്. അപ്പോൾ റേഷൻ അരിയാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണെങ്കിൽ നല്ലതാണ്. റേഷൻ അരിയോ അല്ലെങ്കിൽ ഏതരിയായാലും മതി. അപ്പം നമ്മിന്ന് നൂർജഹാനാണ് നമ്മളെ കയ്യിലില്ലേ, അപ്പം അതിനെ കൊണ്ടാക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് വെക്കാൻ അത്ര എടുക്കുന്നത് ഇതേ അളവിൽ തന്നെ അരി എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അരിയും ഉലുവയും ഒന്നിച്ച് കഴുകിയിട്ട് നമുക്ക് തീമയിടാം. നമുക്ക് ഈ അരി ഇടാം. അപ്പോൾ അരിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ വെന്ത് വറ്റി വരെ വേണ്ടല്ലോ. അപ്പം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇതെടുന്ന് വേവിട്ട് ഇതെടുന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറിയാക്കാം, അമ്മ പായസമാക്കിക്കോ. അപ്പം അമ്മ പായസത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചിക്കൻ്റെ ചട്ടിയും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. രണ്ടാളും അപ്പുറത്ത് ഇപ്പുറത്ത് പാചക മത്സരമാണ് കേട്ടോ. അമ്മ അവിടുന്ന് പായസം തേങ്ങാച്ചോറ് അവിടെ അടുപ്പത്തുനിന്ന് ആവുന്നുണ്ട്. പായസം അമ്മ ഇടുന്നാക്കുന്നുണ്ട്, ചിക്കൻ കറി ഞാൻ ഇടുന്നാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നേരത്തെ മഞ്ഞളും ഉപ്പെല്ലാം പരക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി വേണം. പിന്നെ മല്ലിയില ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി. ആദ്യം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചതച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി വരാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ പാലടേൻ്റെ പായസം മിക്സാണ് കേട്ടോ എടുത്തിട്ടില്ല പായസം വെക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ പഞ്ചസാര എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും അല്ലേ. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേ വേണ്ടൂ. അപ്പോൾ പാല് ഇവിടെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ഈ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വാങ്ങേ വേണ്ടൂ. ചിലപ്പോൾ അണ്ടിപ്പരിപ്പും എല്ലാം അടക്കമുണ്ടാവും അമ്മയിൽ. നെയ്യ് മാത്രം നമുക്ക് വാങ്ങുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം പായസം മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിയെല്ലാം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആയി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് ചൂടാക്കി എടുക്കാം. മല്ലിപ്പൊടി കേട്ടോ. അപ്പം അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് ചൂടാവട്ടെ, അതിന് ശേഷം നമുക്ക് ബാക്കിയിടാം. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് കുറച്ച് കൂടിയാലും സാരില്ല. അപ്പോൾ മസാല എല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2 ഏലക്കായും പട്ടയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടോളൂ. മഞ്ഞളും ഉപ്പും പരക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. തേങ്ങയൊന്നും കൂട്ടുന്നില്ല.
അല്ല അമ്മ തേങ്ങ വേണ്ട ചൂടല്ലേ, അതുകൊണ്ട് നമുക്ക് വറുത്തരച്ച കറിയെല്ലാം കൂട്ടി അധികം ചൂടെടുക്കും. അതിക്കൂട്ടനോട് അമ്മമ്മേനെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. മെയിൻ ഉദ്ദേശം പായസത്തിന്റെ അണ്ടിപ്പരിപ്പ്. ഞാൻ അണ്ടിപ്പരിപ്പ് പൊളന്നരാറിട്ടാ വന്നിട്ടില്ലേ, മിക്കവാറും അതെല്ലാം കാര്യാക്ക അമ്മ. മെയിൻ ഉദ്ദേശം അതല്ലേ. ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അമ്മ തേങ്ങാച്ചോറ് വെന്തു നോക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് വെന്തു അല്ലേ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ തേങ്ങാച്ചോറ് നല്ല വൃത്തി വെന്ത് സെറ്റായിട്ടുണ്ട് അല്ലേ അമ്മ. നമുക്കത് വാങ്ങാൻ അങ്ങനെ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്തിടണം അല്ലേ. നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി വറുത്തിടണം. പൊടി ഒഴിക്കും. അങ്ങനെ നമ്മളെ തേങ്ങാച്ചോറും ചിക്കൻ കറിയെല്ലാം ഇവിടെ റെഡിയായി. രണ്ടാളും ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. കഴിക്കന്നെ ചെയ്യല്ല കേട്ടാ, ടേസ്റ്റ് നോക്കുന്നല്ല കഴിക്കന്നെ. ആദ്യം പായസം കുടിച്ചിട്ടുള്ള മയച്ചിട്ടുണ്ട്. അമ്മ രണ്ടാക്കും തേങ്ങാച്ചോറും ചിക്കൻ കറിയെല്ലാം വിളമ്പി കൊടുത്തു. എങ്ങനെയുണ്ട് തേങ്ങാച്ചോറ്? ഇതുവരെ കഴിച്ചിനാ തേങ്ങാച്ചോറ്? എങ്ങനെയുണ്ട്? ചൂടുണ്ട്. ചൂടല്ലേ. തണിയാൻ വേണ്ടിട്ടാണ് കറിയത്തേക്ക് കൊണ്ടത്. അപ്പൊ ഇവര് പുറത്തുനിന്നാണ് കഴിക്കുന്നത് കേട്ടാ. അകത്ത് ചൂടായിട്ട് വെക്കാൻ കഴിയില്ല. ഒന്നാമത് ചൂട് ചോറും കറിയെല്ലാം കഴിക്കുമ്പോ അതിനേക്കാളും ചൂടായിരിക്കും. ഓ അതിക്ക് ചിക്കനൊന്നും വേണ്ടാന്ന് തോന്നാ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. വേണ്ടാത്താണ് ലാസ്റ്റ് എന്നാ വേണ്ടി മാറ്റി വെച്ചേ. അത് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടത് കുഞ്ഞു ഓനെ ഇഷ്ടപ്പെട്ടത് ആദ്യം തിന്നവര്. ചോറ് കൊടുക്കണ തിന്നിട്ട് ശംഖു ഇടുന്ന ചോറൊന്നുമില്ല കേട്ടാ. ഒരാൾക്ക് വേണ്ടാമേ പായസം കുടിച്ച് വയറ് പറഞ്ഞു തോന്നുന്നു. ഇയാള് പായസം കുടിച്ചിട്ടാ. സുബ്രു ആദ്യം തന്നെ പായസം ആക്കിയാടും കൊടുത്തന്നെ പായസം എല്ലാം കുടിച്ച് വയറ് കുറച്ചുകൊണ്ട് പോകാന് ചോറ് വേണ്ടെന്നു. അപ്പൊ ഞാനും അമ്മയും പായസം കുടിക്കുന്നു കേട്ടാ. പിള്ളേർ രണ്ടാള് കടന്ന് ചോറ് കഴിക്കുന്നു. അപ്പോൾ അവർക്ക് ആദ്യം കൊടുത്തു, നമ്മൾ കഴിക്കണം അത്രേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തേങ്ങാച്ചോറാണ് സ്പെഷ്യലായിട്ട് ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത്. ചിക്കൻ കറിയെല്ലാം പിന്നെ എല്ലാവരും എപ്പോൾ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പാലട പായസവും ആക്കിന് അന്ന് വിഷുവിന് കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഉണ്ടായതുകൊണ്ട് അങ്ങനെ ആക്കി അല്ല മേ. എങ്ങനെയുണ്ട് പായസം? രസമുണ്ടോ? ആക്കിയാലോടെ തന്നെ ചോദിക്കുന്ന രസമുണ്ടോ? അത് പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ തന്നെ പിന്നെ നമ്മൾ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൽ വറുത്തിട്ടുണ്ട്. എല്ലാം പായസം മിക്സ് ആണ് കേട്ടാ. പിന്നെ മധുരം കുറച്ച് നല്ലോണം ആയിക്കോട്ടെ, കുറച്ച് മധുരം ഇട്ടിന്. അപ്പൊ ചിക്കൻ കറിയും ഇതെല്ലാം പിള്ളേർ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. സന്തോഷമായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര വരെ ഇല്ലു, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ തേങ്ങാച്ചോറും ഇതൊന്നും ആക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല രസമുണ്ടാവും. വേണമെങ്കിൽ ഉലുവ ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. എന്തായാലും ചെറിയ ഉള്ളിയും തേങ്ങയും ആ പെരിഞ്ചീരകവും നിർബന്ധമായിട്ട് എന്തായാലും വേണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ തീർച്ചയായിട്ടും. അത് വേഗത തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.